ഹലോ, മല്ലു റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും സ്വീഡനിലേക്കുള്ള അഡ്മിഷൻ്റെ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് സ്വീഡനിലേക്കുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബ്ലോഗുകളിൽ പറയുന്നുണ്ട്. എല്ലാവരും അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്വീഡനിലേക്ക് വരുന്നവരെല്ലാം അത് കാണുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. മെയിൽ ഐ ഡി, വാട്സപ്പ് നമ്പർ എല്ലാം ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ പുറത്തേക്ക് എബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, സ്റ്റുഡൻസ് എല്ലാം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീനെ പറ്റി അല്ലെങ്കിൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളെ പറ്റി, ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുള്ള ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചിട്ടാണ് അധികവും പോകാറ്. അപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം, ആ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നടക്കുന്ന ഒരു ടൈമാണോ, അതുപോലെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലുള്ള ബെനിഫിറ്റ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്, നമുക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സോ യൂണിവേഴ്സിറ്റി ആണോ, അതുപോലെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് പോകാൻ പറ്റുന്നവരായിരിക്കില്ല. ഒരുപാട് പേർക്ക് നല്ല മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും. സോ നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സിന് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുമോ, അതുപോലെ റിക്വയർമെൻറ്റ്സ്, അഡ്മിഷൻ കിട്ടാനുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാമാണ് അധികവും ചോദിക്കാറ്. അപ്പം വെറുതെ ഒരു കോഴ്സ് എടുത്ത് വരിക എന്നല്ല, അങ്ങനെ വരുന്നവരുണ്ട് എങ്കിൽ പോലും നല്ലൊരു കോഴ്സ് നല്ലൊരു സ്ഥലത്ത് ചെയ്താൽ അതിൻ്റെ പ്രയോജനമുണ്ടോ എന്നുള്ള രീതിയിൽ എല്ലാം അന്വേഷിച്ചിട്ടാണ് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറും അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്വീഡനിലെ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, സ്വീഡനിലെ ഓരോ വർഷത്തെയും ഇൻടേക്ക് ടൈമിൽ, അഡ്മിഷൻ്റെ ടൈമിൽ നമ്മളിവിടുത്തെ എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇനി ഒരു യൂണിവേഴ്സിറ്റീനെ പറ്റി അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് അങ്ങനെയൊന്നും പറയാറില്ല. എങ്കിൽ പോലും സ്വീഡനിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ചില യൂണിവേഴ്സിറ്റികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു യൂണിവേഴ്സിറ്റീനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷവും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും, നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഞാനിന്ന് പറയാൻ പോകുന്നത് യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റീനെ പറ്റിയാണ്. യോങ്ഷോപ്പിലുള്ള യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റീനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു ടൈം പീരീഡ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ശരിക്കും സ്വീഡനിലേക്കുള്ള ഇപ്പോൾ ഓട്ടം ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഒക്ടോബർ ഒരു പകുതി തൊട്ട്, ഒക്ടോബർ 15-16 ആ ഒരു ടൈം തൊട്ട് ജനുവരി 15 വരെയൊക്കെയാണ് സാധാരണ വർഷങ്ങളിൽ ഇൻടേക്കുകൾ ഉണ്ടാകാറുള്ളത്. അതിനുശേഷം ചില യൂണിവേഴ്സിറ്റികളിൽ, ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രം ലേറ്റ് ആപ്ലിക്കേഷനായിട്ടും അഡ്മിഷൻ നടക്കാറുണ്ട്. യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 2025 ഇൻടേക്കിലേക്കുള്ള ഒരു അഡ്മിഷൻ്റെ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ 15 മുതൽ മെയ് 2 വരെയാണ് അവരുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് റൗണ്ട് അഡ്മിഷൻ ജനുവരി 15 ക്ലോസ് ആകുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രം മെയ് 2 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലേറ്റ് ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുന്നവർ, അതായത് ലാസ്റ്റ് സെമ്മിൻ്റെ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റിങ്ങിനായിട്ടിരിക്കുന്നവർക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും ഒരു ടൈം തന്നിരിക്കുന്നത് തന്നെ അവിടെ ഒരുപാട് കോഴ്സുകളും ഒരുപാട് സീറ്റും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഒരു മെയ് 2-നുള്ളിൽ ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഓക്കെ, ദെൻ ഇനി നിങ്ങളുടെ റിസൾട്ട് വന്നു, പക്ഷേ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ദിവസങ്ങളോടെ ഉണ്ടെങ്കിൽ അതും ഈ യൂണിവേഴ്സിറ്റിയിൽ സാധിക്കും. കാരണം മെയ് 2-നുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മെയ് 15-നാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വീഡനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് സ്വീഡനിൽ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. കാരണം ബാച്ചിലർ ഡിഗ്രികൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല ഇവിടെ. മാസ്റ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്കോളർഷിപ്പിനുള്ള ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മെറിറ്റ് അടിസ്ഥാനത്തിനാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലും ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവർ ബാച്ചിലർ ഡിഗ്രി തൊട്ട് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഒരുപാടൊന്നുമില്ല എങ്കിൽ പോലും 30%. ബാച്ചിലർ ഡിഗ്രി ആണെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കാര്യങ്ങൾ, +2 നല്ല മാർക്കുള്ള ആളാണ് 3 ഇയർ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതല്ല ഇനി മാസ്റ്റേഴ്സിലേക്കാണെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. 30% നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. എല്ലാ കോഴ്സിനും അല്ലെങ്കിൽ എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, മെറിറ്റ് അടിസ്ഥാനത്തിലുണ്ട്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി തൊട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സ്വീഡനിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെതായ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും സാധാരണ IELTS അല്ലെങ്കിൽ PTE അതുപോലുള്ള ടെസ്റ്റുകളൊക്കെയാണ് സ്വീഡനിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഈ 2025 ഇൻടേക്ക് മുതൽ അവർ പുതിയൊരു ഓപ്ഷനോടെ കൊണ്ടുവന്നു. അതായത് IELTS PTE അല്ലാതെ ഡ്യൂലിംഗോ ടെസ്റ്റുകൾ പാസ്സാവുന്നവർക്കും അവിടുത്തെ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഡ്യൂലിംഗോ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. കാരണം അത് പ്രത്യേകിച്ച് ഒരു സെൻറ്ററിൽ പോയി പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ലാപ്ടോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അതിൻ്റെ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ്ങുകളും ഒക്കെ ചെയ്യാം. അതുപോലെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷൻ കൂടി ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിലും എനിക്ക് തോന്നുന്നു മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നല്ലൊരു ഓപ്ഷനാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഈ യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന IELTS PTE അല്ലെ ഡ്യൂലിംഗോയ്ക്കൊക്കെ അതിനെല്ലാം സ്കോർ കുറവാണെങ്കിൽ അവർ വേറൊരു ഓപ്ഷനോടെ തരുന്നുണ്ട്. പാത്വേ പ്രോഗ്രാംസ്, അതായത് 1 മന്ത് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമാണത്. നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മാസം മുന്നേ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടുന്നത് ആ കോഴ്സിനും കൂടിയുള്ളതായിരിക്കും. അപ്പോൾ അത് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് പാത്വേ പ്രോഗ്രാം അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് 2-3 ലക്ഷം രൂപ അതിന് ഫീസ് എക്സ്ട്രാ വരും. അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഒന്ന്, പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് IELTS PTE കാര്യങ്ങൾക്ക് സ്കോർ കുറവാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം ഡയറക്റ്റ് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സിലേക്ക് കയറാൻ പറ്റും. അപ്ലിക്കേഷൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. വീണ്ടും IELTS ഒക്കെ എഴുതി റിസൾട്ട് വരാൻ വേണ്ടി ഉള്ള ടൈം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള സ്കോർ വെച്ച് നിങ്ങൾക്ക് പാത്വേയിലേക്ക് കൊടുത്താൽ പാത്വേയുടെ അഡ്മിഷൻ കിട്ടി ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് നിങ്ങൾ ഈ പാത്വേക്ക് അഡ്മിഷൻ കിട്ടി വന്നു, പാത്വേക്ക് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഒരു ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. പാത്വേക്ക് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് 3 ചാൻസ് തരും. ആ 3 ചാൻസിൽ നിങ്ങൾ പാസ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വർഷത്തെ ഇൻടേക്ക് നഷ്ടമാകും. നിങ്ങൾ ആ ഒരു പാത്വേയുടെ ഫീയും നിങ്ങളുടെ നഷ്ടമാകും. നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. അത് ശരിക്കും വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ വിസയും എല്ലാം എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പാത്വേ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത്. സോ അതിലും നല്ലത് IELTS PTE അല്ലെങ്കിൽ ഡ്യൂലിംഗോ പോലുള്ള ടെസ്റ്റുകൾ മാക്സിമം ട്രൈ ചെയ്ത് ആ ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ സ്കോർ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാനൊരു ഓപ്ഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ മാക്സിമം എല്ലാവരും നോർമലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റുകൾ തന്നെ പാസ്സായി വരാനായിട്ട് നോക്കുക. അതുപോലെ പല സ്റ്റുഡൻസും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, അവർക്ക് ഇന്ന യൂണിവേഴ്സിറ്റികളാണ് താല്പര്യം, പക്ഷേ ആ യൂണിവേഴ്സിറ്റികളിൽ ഇന്റേൺഷിപ്പ് പോലുള്ളതോ അല്ലെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലെ പല കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം ഞാൻ നമ്മുടെ തന്നെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ആളുടെ കോഴ്സിന് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്റേൺഷിപ്പ് വഴിയാണ് ആൾക്ക് IKയിൽ കിട്ടുന്നത്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ കിട്ടി. അതിനുശേഷം ഇന്റേൺഷിപ്പ് IK കമ്മ്യൂണിക്കേഷനിലാണ് കിട്ടിയത്. അതിനുശേഷം ആൾക്ക് അവിടെ വർക്ക് പെർമിറ്റ് ആകുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊന്നും ഇന്റേൺഷിപ്പിന്റെ ഒരു ഓപ്ഷൻ ഇല്ല. 1-2 യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഈ യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിയിലുള്ള പല കോഴ്സുകൾക്കും, എല്ലാത്തിനും ഇല്ല എങ്കിലും പല കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ പല സെമ്മുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ വേറെ അവർക്ക് ടൈപ്പുള്ള വേറെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേറെ ചില യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിന്റെ സിലബസ് കാര്യങ്ങൾ നോക്കിയാൽ അതിൽ തന്നെ കാണും. നിങ്ങൾക്ക് ലാസ്റ്റ് സെം അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ജർമ്മനിയിലോ ഡെൻമാർക്കിലോ ഇറ്റലിയിലോ എവിടെയെങ്കിലും പോയി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് ടൈപ്പുള്ള വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വേറെ ഏതെങ്കിലും കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അത് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. എങ്കിലും ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികൾക്കും ഇല്ലാത്തൊരു ഓപ്ഷൻ യോങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ബാച്ചിലർ ഡിഗ്രികൾക്കും മാസ്റ്റേഴ്സ് ഡിഗ്രികൾക്കും പല കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്. പല ഇവിടുത്തെ ഇന്റർനാഷണൽ കമ്പനികളുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. സോ നിങ്ങളുടെ ആ കോഴ്സിന്റെ കൂടെ ഇന്റേൺഷിപ്പോടെ നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ ചെയ്യുന്ന ഇന്റേൺഷിപ്പോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും ഇതുപോലുള്ള ചില ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്, മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തയാഴ്ച വീണ്ടും കാണാം.
ഓക്കെ, ബൈ.